ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്വിൻഷു വെപ്രാളപ്പെട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് ഓടി വന്നിരിക്കുക. വന്നതും ഹീറോനെ വിളിച്ചോണ്ട് മുറിക്കകത്ത് വിളിച്ചോണ്ട് വന്ന് നിനക്കത് ആരാന്നറിയോ, നീ എന്തൊക്കെയാ പറഞ്ഞെന്നൊക്കെ വെപ്രാളത്തോടെ ചോദിക്കാൻ തുടങ്ങി. നിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു, ഹസ്ബൻഡാന്ന് പറഞ്ഞ ക്രോസ് ക്വസ്റ്റ്യൻസ് വരത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്തേലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കാം. ക്വിൻഷു ഒന്നും മിണ്ടാതെ നേരെ മേമയുടെ അടുത്തേക്ക് വന്നു. ചേട്ടത്തിയമ്മയുടെ പേര് മേമ എന്നാണ്. മേമെ ഇതെന്റെ ബോയ് ഫ്രണ്ട്, ആൻഡ് ഇതാണ് മേമെ, എന്റെ ക്ലാസ്മേറ്റ് ആണ്. അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് എന്റെ ചേട്ടന്റെ വൈഫാന്ന് പറയാ. അപ്പോഴാ ഹീറോയ്ക്ക് അയ്യോ ചേട്ടത്തിയമ്മയോടാണ് ഇത്രയും നേരം വരുന്ന സംസാരിച്ചോണ്ടിരുന്നത് എന്നുള്ളൊരു ഇത് വരുന്നത്. ഉടനെ മേമയും അതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാം ഒരു ഫാമിലി അല്ലേ, നിന്റെ വീചാറ്റ് ഐഡി പറയാ. ഹീറോ കേട്ടതും അയ്യോ ഞാൻ വീചാറ്റിലോ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇല്ല, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എന്ന് പറയാ. ഇത് കേട്ടതും മേമ ഷോക്കായിട്ട് ഈ കാലത്ത് ഇങ്ങനെ ഒരു പയ്യനോ, അപ്പൊ നീ നിന്റെ ഫ്രണ്ട്സുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചോദിച്ചാ എന്റെ കോണ്ടാക്റ്റിലുള്ളതേ 6 പേരാ, അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ അവരെ കോൾ ചെയ്യും, അല്ലെങ്കിൽ നേരിൽ പോയി കാണും. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതേ സ്റ്റാറ്റസ് ഇടുന്നതും ഒരുമിച്ചുള്ള പോസ്റ്റ് ഇടുന്നതും ഒക്കെ അല്ലേ. എന്റെ കോൺസെപ്റ്റില് അതൊന്നും അല്ല ഫ്രണ്ട്ഷിപ്പ്, അവരോടുള്ള സ്നേഹമൊക്കെ ഹൃദയത്തിലുണ്ടായ പോരെ. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുക. ഹീറോ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന കേട്ടിട്ട് മേമ ശരിക്കും ഷോക്കായി. ഇത് എവിടുന്നാ ഇവനെ കിട്ടിയെന്നുള്ള രീതിയിലാണ് ക്വിൻഷീനെ നോക്കുന്നത്. ഓക്കെ അതെല്ലാം ശരി, ഒരു ഫാമിലിക്ക് ജീവിക്കാനായിട്ട് എത്ര രൂപ ഒരു മാസം വേണ്ടി വരുന്ന നിനക്കറിയാവോന്ന് ചോദിക്കുക. ഹീറോയ്ക്ക് അതിനെല്ലാം വ്യക്തമായിട്ടുള്ള കണക്കുണ്ടല്ലോ. സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് താമസിക്കാനാണെങ്കിൽ മാസം 5000 രൂപ മതി. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് മതി. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാൽ അതും ഒരുപാട് എക്സ്പെൻസ് ആവത്തില്ല. നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഹോസ്പിറ്റൽ ചെലവും ഉണ്ടാകത്തില്ല. ട്രാൻസ്പോർട്ടേഷന് ഗവൺമെന്റ് ബസ്സുകൾ ചൂസ് ചെയ്യണം. പിന്നെ അപ്പാർട്ട്മെന്റിൽ തന്നെ അത്യാവശ്യം ഫാമിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അതും ചെലവ് വളരെ കുറവാന്ന് പറഞ്ഞ് A to Z കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മേമയാണെങ്കിൽ ഇത് ഏത് സെഞ്ചുറിന്ന് വന്ന ജീവിയാന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നിനക്ക് പെണ്ണിനെ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ, പിന്നെ ഇങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തേന്ന് ചോദിക്കുക. ഹീറോ എന്തേലും മണ്ടത്തരം പറഞ്ഞാലോ എന്നോർത്ത് ക്വിൻഷുടനെ സംസാരമൊക്കെ നിർത്തിയിട്ട് ഹീറോനെ നേരെ പുറത്തേക്ക് വിളിച്ചോണ്ട് വന്നു. ഇവള് പോകുന്നത് വരെ നീ എവിടെയെങ്കിലും പോയി അഡ്ജസ്റ്റ് ചെയ്യ, ഇങ്ങോട്ടേക്ക് വരല്ലേ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് വെളിയിലാക്കി. എന്നിട്ട് നേരെ വന്ന് മേമയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. മേമ ആദ്യമേ ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞില്ലെന്നാ, നിനക്കുള്ള ആകെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാ, നിന്റെ പേരൻസ് എത്രമാത്രം സ്ട്രിക്റ്റ് ആണെന്ന് നിനക്കറിയാലോ, അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ കാണത്തുള്ളൂ, എന്നിട്ട് നീ എന്നെ എന്നോട് പറയാൻ നിന്നൊക്കെ ചോദിച്ചാ ക്വിൻഷിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാനില്ല. ഡ്രിങ്ക് ചെയ്തുകൊണ്ട് മേമ കുറച്ച് ഇമോഷണൽ ആയി. ഞാൻ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടല്ല കണ്ടത്, ഡേയുമായിട്ട് 2 വർഷം മുമ്പ് ബ്രേക്കപ്പ് ചെയ്തപ്പോ നീ എന്തുമാത്രം തളർന്നു പോയി, ആരെ ഇതുവരെ ഡേറ്റ് ചെയ്യുന്നപ്പോ എന്താ ചെയ്യാത്തേന്ന് ചോദിച്ചാ ഡേറ്റ് സ്ഥാനത്ത് വേറെ ആരും കാണാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്, നീ ഇനി ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നോർത്ത് ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടു എന്നറിയോ. നിനക്ക് ഞാൻ സാധാരണ എല്ലാരും പോലെ തന്നെയല്ലേ, അതുകൊണ്ടല്ലേ ഇത്രയും പ്രധാനപ്പെട്ട കാര്യം നീ എന്നോട് പറയുന്നത്. നിന്റെ ചേട്ടനുമായിട്ട് ഞാൻ നല്ലൊരു റിലേഷനിലല്ലെന്നറിയാലോ, എന്നിട്ട് പോലും നിനക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്നിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തന്നെ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ക്വിൻഷിക്ക് എന്താ റിപ്ലൈ ഉണ്ടെന്ന് അറിയില്ല. സോറി മേമേ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, എന്നോട് ക്ഷമിക്കുന്നേ, ഇത് റീസെന്റ് ആയിട്ടായിരുന്നു അതാ പറയാനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും മേമെ പെട്ടെന്നൊന്നും ക്ഷമിക്കുന്ന മട്ടില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോ ക്വിൻഷിനെ തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാൻ തുടങ്ങി. കരച്ചിലെല്ലാം കഴിഞ്ഞ് ക്വിൻഷിയുടെ ചേട്ടൻ മേമയ്ക്ക് പണ്ടയച്ച മെസ്സേജ് ഒക്കെ നോക്കി രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുക. അതിനകത്താണെങ്കിൽ കവിതകളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. എന്റെ ഹൃദയം എന്റെ ലെഫ്റ്റ് സൈഡിലല്ല, അത് നിന്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞ് ക്രിഞ്ച് കവിതയൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട്. അതൊക്കെ വായിച്ച് ചിരിച്ചോണ്ടിരിക്കുകയാണ് രണ്ടാളും. അവിടെ സീൻ കെട്ടാക്കി ക്വിൻഷിയുടെ ഫ്ലാറ്റിന്റെ പുറത്ത് ടേ നിപ്പുണ്ട്. ടേ ആ ഫ്ലാറ്റിൽ നോക്കി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങി. ടേയും ക്വിൻഷിയും കൂടെ താമസിക്കാനായിട്ട് വാങ്ങിച്ചൊരു ഫ്ലാറ്റ് ആയിരുന്നു ഇത്. ടേയാണ് ഈ ഫ്ലാറ്റിലേക്ക് ക്വിൻഷിനെ കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ ലോകം, നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ താമസിക്കാൻ പോകുന്നത് ഇവിടെയാ. നീ ആയിരിക്കും ഈ വീടിന്റെ ക്വീൻ ക്വിൻഷി. ആൻഡ് ഈ വീടിന്റെ ഓരോ ഇന്റീരിയൽ വർക്കും ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. പ്രായമാകുമ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എല്ലാം ചുറ്റി കാണും. ആ ടൈമിൽ നിന്റെ മുഖമൊക്കെ ചുളിയാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാ. ക്വിൻഷി ഉടനെ എന്റെ ഫേസ് ഒന്നും ചുളിയത്തില്ല, അത് നിന്റെയാന്ന് പറയാ. ടേയും സമ്മതിച്ചിട്ട് ശരി എന്റെ മുഖമായിരിക്കും ചുളിയുന്നത്, പക്ഷെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടാകും, അത് ഓക്കെ അല്ലേ ചോദിക്കുക. അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് അവര് നിൽക്കുന്നത്. ശരിക്കും ഇപ്പൊ കാണുമ്പോ നല്ലൊരു പേരായിരുന്നു ഇവര്. അവര് ഒരുമിച്ചുണ്ടായിരുന്ന ടൈമൊക്കെ ശരിക്കും ഹാപ്പി ആയിട്ടായിരുന്നു എന്ന് തോന്നുന്നു. ടേ ഇതെല്ലാം അവിടെ കാറിലിരുന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അവിടേക്ക് കറക്റ്റ് ഹീറോ വരുന്നുണ്ട്. ടേനെ കണ്ടതും താനെന്താ ഇവിടെയും ചോദിക്കുക. നിന്റെ വൈഫിന്റെ ഫ്ലാറ്റ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഞാൻ വേറെ ഒരാളെ കാണാൻ വന്നാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാൻ തുടങ്ങി. മുകളിലെ ഫ്ലാറ്റിലേക്ക് വരുന്ന ഹീറോന്റെ അടുത്ത് മേമ നേരെ വന്നിട്ട് കുത്തിനെ പിടിച്ചിട്ട് പറയാൻ തുടങ്ങി, എന്റെ ഫ്രണ്ടിനെ കരയിച്ച നിന്നെ കൊന്നുകളയും ഞാൻ, അവളെ നന്നായിട്ട് നോക്കിക്കോണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാത്രി അവള് വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ട്രൈ ചെയ്യും, പക്ഷെ നീ സമ്മതിച്ചേക്കല്ലെന്ന് പറയാ. ഹീറോയ്ക്ക് ലാസ്റ്റ് പറഞ്ഞ കാര്യം അത്ര മനസ്സിലായില്ല. എന്നാലും നേരെ വീട്ടിലേക്ക് ചെന്ന വീട് മൊത്തം അലങ്കോലാക്കിയിട്ടേക്ക്. ആ വീട് വൃത്തിയാക്കൽ തന്നെയാണ് ഹീറോയുടെ മെയിൻ പരിപാടിയെന്ന് തോന്നുന്നു. അങ്ങനെ വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ക്വിൻഷി അവിടുന്ന് കുളിച്ചിട്ട് ടവല് മാത്രം എടുത്തോണ്ട് വന്നേക്ക. പെട്ടെന്ന് ഹീറോ തിരിഞ്ഞു നിന്ന് ഡ്രസ്സ് വേഗം പോയി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ് ക്വിൻഷിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഹീറോ വീണ്ടും ക്ലീനിങ് ഒക്കെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ബാഗും ഒക്കെ തൂക്കി മേഡം എങ്ങോട്ട് നടന്നു പോവാ. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഓഫീസിൽ പോവാൻ ലേറ്റ് ആയി, വേഗം പോട്ടെ എന്ന് പറഞ്ഞ് ധൃതിയിൽ പോവാൻ തുടങ്ങുക. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ ചിരിക്കാതിരിക്കാനല്ലേ. ഹീറോയ്ക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ട്.
അയ്യോ ഈ ടൈമിൽ എവിടാ ഓഫീസ് കാണുന്നത്, എവിടെയും പോവണ്ട ബെഡ്റൂമിലേക്ക് പോന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടാക്കി കിടത്തുന്നുണ്ട്. എന്നിട്ട് ഹീറോ നേരെ കുളിക്കാനായിട്ട് പോയി. കുളിക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും സൗണ്ട് കേൾക്കാൻ തുടങ്ങി. എന്താന്ന് വന്ന് നോക്കിയാ വീണ്ടും ക്വിൻഷി ഓഫീസിൽ പോവാനുണ്ടെന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുക. പോവാതിരിക്കാനായിട്ട് ക്വിൻഷിനെ തടഞ്ഞതും ക്വിൻഷി ഹീറോയുടെ മേത്തേക്കാ വീണത്. ഹീറോ കുളിക്കാൻ പോയെടുത്തുനിന്ന് വന്നതല്ലേ. സിക്സ് പാക്ക് ഒക്കെ കണ്ട് ഒരു 2 മിനിറ്റ് ക്വിൻഷി അങ്ങനെ സ്റ്റണ്ണായിട്ട് ഹീറോനെ നോക്കിയിരിക്കുക. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞ് ക്വിൻഷിനെ വീണ്ടും കോരി എടുത്തോണ്ട് വന്ന് റൂമിന്റെ അടുത്ത് കിടത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്വിൻഷി ഓടിപ്പോവാതിരിക്കാനായിട്ട് ആ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ കിടന്ന ഹീറോ ഇറങ്ങിയത്. ക്വിൻഷി എഴുന്നേറ്റ് വന്നിട്ടാണെങ്കിൽ ഇവനെന്താ ഇവിടെ കിടക്കുന്നത്, ഈ വീട്ടിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോനെ വിളിച്ചെഴുന്നേപ്പിച്ചപ്പോഴാണ് ഇന്നലെ എന്തൊക്കെ അലപ്പറകളാ ഉണ്ടാക്കി വെച്ചെന്ന് മനസ്സിലായത്. എന്താണെന്നറിയില്ല, ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്താ അപ്പൊ എനിക്ക് ഓഫീസിൽ പോകണമെന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. ഓഫീസിൽ പോകാൻ ഇത്രയും കൊതിയുള്ള ആളെ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാ ഹീറോയും മറുപടി പറയുന്നത്. ഇതെല്ലാം ശരി, ഇന്നലത്തെ പ്രശ്നത്തോടെ ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വേണം, അത് പ്രകാരം വേണം നമ്മൾ നടക്കാനായിട്ട് എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും ഒരു ഡീലിംഗ് വന്നു. ഇന്നലെ ഹീറോ ഒരുപാട് ഫർണിച്ചർ ഒക്കെ മേടിച്ചിരുന്നു. അതിന്റെ പൈസ ഹീറോയിൻ തിരിച്ചു തരാന്ന് പറഞ്ഞ ഹീറോ അതൊന്നും വേണ്ട, ഞാൻ ഓൾറെഡി ഇവിടെ വെറുതെ നിൽക്കുന്നത്, അത് റെന്റ് ആയിട്ട് കൂട്ടിക്കോ, എനിക്ക് ആ പൈസ ഒന്നും തിരിച്ചു വേണ്ടെന്ന് പറയാ. ക്വിൻഷി ഉടനെ നിന്റെയിലെ പൈസ ഇല്ല, അതിനിടയ്ക്ക് ഇതെന്ത് ആവശ്യമില്ലാത്ത ചെലവെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ ഡയലോഗ് അത്ര ഹീറോയ്ക്ക് അങ്ങ് പിടിച്ചില്ല. ക്വിൻഷിനെ നോക്കി ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോ അങ്ങനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ക്വിൻഷി ആ ടോപ്പിക്ക് അങ്ങ് ഓഫ് ആക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവിടെയുള്ള പ്ലാന്റ്സിനെല്ലാം ഹീറോ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഇതെന്ത് പ്ലാന്റ് ആണെന്ന് ചോദിച്ചാൽ മിന്റ് ആണെന്ന് പറഞ്ഞു. അവിടങ്ങളിലൊക്കെ വീടിനുള്ളിൽ പ്ലാന്റ്സ് നടുന്നതിന് ഇന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നും. ക്വിൻഷി ഉടനെ മിന്റ് വീട്ടിൽ വളർത്തുന്നതിന്റെ അർത്ഥം എന്താന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് ഇൻഫിനിറ്റി ലവ്, അവസാനമില്ലാത്ത പ്രണയം എന്തൊക്കെയാ. അത് വായിച്ചതും ക്വിൻഷി ഇത്തിരി അപ്സെറ്റ് ആയി. ഹീറോയ്ക്കും എന്താ പറയേണ്ടതെന്ന് അറിയാൻ നിൽക്കുക. പെട്ടെന്ന് തന്നെ ഞാൻ ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അവിടുന്ന് ഓഫീസിലേക്ക് വന്ന ക്വിൻഷിക്ക് വന്നതേ ഒരു തലവേദന കേസ് വരുന്നത്. കഴിഞ്ഞ ദിവസം ലാനുമായിട്ടുള്ള കോൺട്രാക്ട് എല്ലാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഡംപിൻ ഇപ്പൊ ഹീറോയിനെ കാണാനായിട്ട് വരികയാണ്. അവള് കാരണമായിരുന്നല്ലോ ആ ഒരു കോൺട്രാക്ട് എല്ലാം എഗ്രി ചെയ്തത്. അതിപ്പോ ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഡംപിന് തന്നെയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് ചോദിക്കാനായിട്ടാണ് ഹീറോയിനെ കാണാനായിട്ട് വരുന്നത്. എന്നാൽ അവള് എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. ബോസും ഹീറോയിനും ഡംപിന്റെ അടുത്ത് എങ്ങനെയാ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ടെൻഷനിലാണെങ്കിലും അവള് വന്നതും ചിരിച്ചുകൊണ്ട് തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്ര നാളും ലാനുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും കെഞ്ചി നടന്നിട്ട് പെട്ടെന്ന് എന്ത് പറ്റി, കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തത്. എനിവേ ഇതാണ് ഞങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പോകുന്ന പുതിയ ആളെന്ന് പറഞ്ഞ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബോസ് ഇത് കേട്ടിട്ട് ഓക്കെ ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയാം. അതെല്ലാം ശരി, പക്ഷെ നിങ്ങള് ഞങ്ങൾക്കൊരു വലിയ പ്രോബ്ലം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓഫീസിലുള്ള ആരോ ഞങ്ങളുടെ കമ്പനി ചീറ്റിംഗ് കമ്പനിയാണെന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ലോസ് ഉണ്ടാകുമെന്നും മാത്രമല്ല നിങ്ങൾ ഇതിന്റെ അകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പുറത്ത് ന്യൂസ് ലീക്ക് ആക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കാന്നൊക്കെ ചോദിക്കുക. ഉടനെ ക്വിൻഷി ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. വേറെ കമ്പനിയിലുള്ളവരാണ് ഈ ന്യൂസ് സ്പ്രെഡ് ആക്കിയത് എന്ന് ആ കമ്പനിക്കാർ അറിഞ്ഞത് ഈ ഒരു കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. CCTV ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അവിടെ തന്നെയുള്ള ഒരു പയ്യനാണ് ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്തത്. ഉടനെ തന്നെ ബോസ് അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഡംകിനും ഏതെങ്കിലും ഒരു പയ്യനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഊരാന്നാണ് കരുതുന്നത്. പൈസയില്ല, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ആണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്ടിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ആ ചെക്കിന്റെ ഉള്ളില് ബോസ് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന 25 മില്യൺ ആയിരുന്നു. എന്നിട്ട് ഡംകിൻ അവിടുന്ന് പോയി. ഡംകിൻ പോയി കഴിഞ്ഞപ്പോ പൈസ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം ബോസിന്റെ മുഖത്ത് അങ്ങനെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോ ആ പയ്യൻ എങ്ങനെയാണ് ഈ ന്യൂസ് എല്ലാം അറിഞ്ഞതെന്ന് അറിയാനായിട്ട് മറ്റ് CCTV ഒക്കെ വാച്ച് ചെയ്തോണ്ടിരുന്ന സമയത്താണ് ലിഡായുടെ കയ്യിൽ നിന്നാണ് പയ്യൻ ഈ ന്യൂസ് കിട്ടിയെന്ന് മനസ്സിലായത്. ആ കാര്യം ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ബോസ് എന്താ സാരമില്ല വിട്ടേക്ക്, ഇപ്പൊ പ്രശ്നമെല്ലാം നിന്നില്ലേ, അതെല്ലാം വിട, നിനക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടെന്ന് ചോദിക്കുക. ക്വിൻഷി ഇവിടുന്ന് ആടി എനിക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടെന്ന് ബോസിന് അറിയത്തില്ലെന്ന് ചോദിക്കുക. ക്വിൻഷിക്ക് വേണ്ട ഗിഫ്റ്റ് അവരുടെ ഓഫീസിൽ തന്നെ ചില ലോയേഴ്സ് മാത്രം VIP ലിസ്റ്റിലുണ്ട്, ആ ലിസ്റ്റിൽ ഇടം പിടിക്കണം, അതാണ് അവളുടെ ആവശ്യം. ബോസും അത് നടത്തി കൊടുക്കാന്ന് പറയുന്നുണ്ട്. അവിടെ സിംഗട്ടാക്കി ക്വിൻഷിയുടെ ചേട്ടൻ വെഫനെ കാണാനായിട്ട് വന്നേക്കുക. എനിക്ക് ഇപ്പൊ തന്നെ ഡിവോഴ്സ് വേണം, ഇന്ന് നിന്റെ ക്രെഡിറ്റ് കാർഡും ചെക്ക് ബുക്കും ഒക്കെ ഇതൊന്നും എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് എനിക്ക് ഡിവോഴ്സ് തന്നു, ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തിൽ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടാണ് ബ്രദർ അവിടുന്ന് പോകുന്നത്. ആക്ച്വലി വെഫയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് നല്ല സങ്കടം തോന്നുന്നുണ്ട്. അവളുടെ അമ്മയാണ് ഇതൊന്നും സാരമില്ല, നീ ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, ഇതെല്ലാം ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുക്കുന്നു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നത്. അവിടെ സിംഗട്ടാക്കി ലിഡായി വെപ്രാളപ്പെട്ട് ലോയർ ചാനിനെ വിളിച്ചോണ്ട് വന്നേക്കാം. നീ അറിഞ്ഞോ, ഓഫീസിലെ ആ പയ്യനെ പറഞ്ഞു വിട്ടു, അതും ആ ന്യൂസ് ലീക്ക് ആക്കിന്ന് പറഞ്ഞ. ആ പയ്യൻ എവിടുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് നിനക്ക് മനസ്സിലായില്ലേ, നമ്മൾ പറഞ്ഞത് കേട്ടിട്ടാ, ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞ നമ്മുടെ കഥയും ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ചാനു ഉടനെ മിണ്ടാതിരിക്കെ, ചുറ്റും CCTV യാ, ഇനി ഇതിനെപ്പറ്റി പറഞ്ഞോണ്ടിരുന്നിട്ട് വേണം ബാക്കി എല്ലാരും കണ്ടുപിടിക്കാനായിട്ട്, നീ ഇവിടുന്ന് പൊക്കേ വേഗം എന്ന് പറഞ്ഞ് ചാൻ അവിടെ നോടാൻ തുടങ്ങി. ലിഡായി
നേരെ റൂമിലേക്ക് വന്ന അവളുടെ ടേബിളില് ഒരു പെൻഡ്രൈവ് ഇരിപ്പുണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോ റിഫ്ലക്ഷനിൽ ലിഡായും ചാനും നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് കണ്ടതും ലിഡായ്ക്ക് കൂടുതൽ ടെൻഷനായി. അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാട്രിമോണിന്ന് കോൾ ചെയ്യുന്നത്. അവര് വിളിച്ചതും ഞാൻ അന്ന് ഡേറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാമിന് അതിലും മികച്ച ഒരാളെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത ആളുടെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങി. അപ്പോഴെല്ലാം ലിഡായുടെ മനസ്സിൽ ഇനി ശരിക്കും ഇയാന് ക്വിൻഷിയുടെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കുമോ അതൊന്ന് കൺഫേം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് നേരെ ക്വിൻഷിയുടെ റൂമിലേക്ക് വന്നിരിക്കുക. അവളുടെ റൂമിൽ കയറിയതും ക്വിൻഷി നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു പുറകെ വന്നു. ഞാൻ നിന്നോട് താങ്ക്സ് പറയാൻ വന്നതാ. നിനക്കിതെല്ലാം ചെയ്തത് ഞാനാണെന്ന് മനസ്സിലായിട്ടും എന്നെ കാണിച്ചു കൊടുത്തില്ലല്ലോ, അതിനൊരു ചെറിയ താങ്ക്സ് എല്ലാം പറയണ്ടേ, അതിന് വന്നെന്ന് പറഞ്ഞു നൈസായിട്ട് ആ ഫോട്ടോ എടുക്കുക. അത് കറക്റ്റ് താഴെ വീണു. അത് എടുത്തു വെക്കുന്നതായിട്ട് നോക്കുമ്പോ അതിന്റെ അകത്ത് യാന്റെ കൈ മാത്രമേ ഉള്ളായിരുന്നു. ക്വിൻഷിക്ക് ഓൾറെഡി ഇവൾ ഇതെല്ലാം നോക്കാൻ വരുമെന്ന് മനസ്സിലായതുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ക്വിൻഷിയുടെ മാത്രം ഫേസ് വെച്ചു. അവിടെ സിംഗട്ടാക്കി ഹീറോ അവന്റെ വീട്ടിലേക്ക് വന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഹീറോ ശരിക്കും ഇനി മുതൽ ഹീറോയിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയേക്കുന്നത്. അച്ഛനും പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട് മോനെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, നീ ശരിക്കും ആ പെണ്ണോട് പോയി താമസിക്കാൻ പോകണോ, ശരിക്കും നിനക്ക് അവൾ ആരാന്ന് പോലും അറിയില്ലല്ലോ, ഇതൊക്കെ വേണം മോനെ, നിനക്ക് ഇവിടെ നിന്നാ പോരെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. എന്നാ ഹീറോ ഏതാണ്ട് ഉറപ്പിച്ച മട്ടായിരുന്നു. ഞാനല്ലല്ലോ ക്വിൻഷിനോട് താമസിക്കണമെന്ന് പറഞ്ഞത്, അമ്മയല്ലേ, അച്ഛനും അമ്മയും ആഗ്രഹിച്ചത് അത് തന്നെയല്ലേ, ഞാൻ പുറത്തു പോകണം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കണമെന്നൊക്കെ. എന്തായാലും ഞാനിപ്പോ എടുത്ത തീരുമാനം നല്ലത് തന്നെ അച്ഛാ. അച്ഛനാണെങ്കിൽ ഇവനെ വിടാനായിട്ട് തീരെ താല്പര്യമില്ല, നീ പോകണ്ടെന്ന് പറഞ്ഞു ബാഗിലെ ഡ്രസ്സൊക്കെ എടുത്ത് വീണ്ടും വെളിയിലിടുക. അച്ഛൻ ഞാൻ ഓക്കെയാണ്. കുറച്ചു ദിവസം മുമ്പേ ക്വിൻഷിനെ പറ്റി ഞാൻ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നെ ഇപ്പൊ കൂടെ താമസിച്ചപ്പോഴാണ് അവക്കും ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ടെന്ന് മനസ്സിലായത്. എനിക്ക് ഇനിയും ക്വിൻഷിനെ പറ്റി അറിയണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്വിൻഷിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് അച്ഛാന്ന് പറയാ. അത് കേട്ടതും ആകെ നീ ഒരാഴ്ച ആയാലേ ഉള്ളൂ ക്വിൻഷിനെ മീറ്റ് ചെയ്തിട്ട്, അതിനു മുമ്പേ അവളോട് പ്രേമം തോന്നാൻ തുടങ്ങിയോ ചോദിക്കുക. അച്ഛൻ അമ്മയോട് ഇഷ്ടം തോന്നിയത് എത്ര നേരം കൊണ്ടാണെന്നറിയോ എന്നും ചോദിച്ച് 3 വിരൽ കാണിക്കുക. 3 മണിക്കൂറോ എന്ന് അച്ഛനും ചോദിച്ചാ 3 സെക്കൻഡ്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയോ അച്ഛൻ, 3 സെക്കൻഡ് കൊണ്ടാണ് അമ്മയോട് ഇഷ്ടം തോന്നിയെന്ന്. അപ്പൊ പിന്നെ ഈ 1 വീക്ക് ഒക്കെ എനിക്ക് ഒരുപാടല്ലേ. അച്ഛനും ഈ റിപ്ലൈ ഒക്കെ കേട്ടപ്പോ മനസ്സിലായി മോൻ എന്തോ തീരുമാനിച്ച മട്ടാണെന്ന്. ശരിയെന്നാ നീ എന്താന്ന് വെച്ചാ ചെയ്യാം. പക്ഷെ പാവൻ ക്വിൻഷി ഇപ്പൊ അമ്മയുടെ അടുത്ത് പോയിട്ട് എന്തായി കാണുവോ എന്ന് ചോദിക്കുക. ഉടനെ ഹീറോയ്ക്കും കാര്യം മനസ്സിലാവാതെ അച്ഛൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാ ക്വിൻഷി വർക്ക് ചെയ്യുന്നത് എവിടെയാന്ന് എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് അമ്മ ഇപ്പൊ അവളെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. റിസപ്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ ക്വിൻഷി മേഡത്തിനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് വേണം, അവരിപ്പോ ബിസി ആണെന്നൊക്കെയുള്ള രീതിയിൽ അമ്മേനെ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല. അവിടേക്കാണ് ലിഡായി വരുന്നത്. ഇവര് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോ യാങ്ങിന്റെ അമ്മയാണോ എന്ന് ഒരു സംശയം തോന്നി. അവരോട് പോയി സംസാരിച്ച ആണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ ലിഡായിക്ക് അമ്മയുടെ അടുത്തുനിന്നാണെങ്കിലും സത്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നേരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. അമ്മ വന്നതും ക്വിൻഷിനെ പറ്റി ചോദിക്കാൻ തുടങ്ങി. ക്വിൻഷി ഒരു ഫേമസ് ആയിട്ടുള്ള ലോയറാണ്. ഈ കമ്പനിയിൽ വരുന്നവരെല്ലാരും ക്വിൻഷിനെ റെക്കമെൻഡ് ചെയ്യാറ്. അല്ല അമ്മയ്ക്ക് ക്വിൻഷിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലെന്ന് ചോദിക്കാം. അമ്മയോടനെ അല്ല ഞാൻ അവളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി വന്നതാന്ന്, അറിയാവുന്നതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്നെല്ലാം പറഞ്ഞ് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ലിഡായി അവിടെ നിന്ന് ഊറ്റിയെടുത്തു. ലിഡായി അവളുടെ കയ്യിലുള്ള യാങ്ങിന്റെ ഫോട്ടോ കാണിച്ചപ്പോ അമ്മ കൺഫേം ചെയ്തു ഇത് തന്നെയാണ് എന്റെ മോനെന്ന്. പാവൻ ക്വിൻഷി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടി വന്നപ്പോഴത്തേനും ഏകദേശം അറിയേണ്ടതൊക്കെ ലിഡായി ഓൾറെഡി അറിഞ്ഞിരുന്നു. ക്വിൻഷി നേരെ അമ്മേനെ വിളിച്ചോണ്ട് അവളുടെ ഓഫീസിലേക്ക് വന്നിരിക്കുക. അമ്മ ഉടനെ ക്വിൻഷിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നീ എന്തിനാ എന്റെ മകന് മാരേജ് ചെയ്തിട്ട് 2 വർഷമായെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതെല്ലാം പോട്ടെ, ഇവിടെ അന്വേഷിച്ചത് പ്രകാരം എന്റെ മകനെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആണ് നീ. അങ്ങനെയുള്ള നിനക്ക് എന്റെ മകൻ എന്തായാലും സ്യൂട്ട് ആവില്ല. അവനെ വിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അവന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം കിട്ടാനായിട്ട്. നീ എന്തായാലും അവനെ വിട്ട് പോണോന്ന് പറയാ. ക്വിൻഷി ഉടനെ അതൊന്നും പറ്റില്ല, ഞാൻ നിങ്ങളുടെ മോനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമില് സോറി ക്വിൻഷി അമ്മ ഒരുപാട് നിന്നെ ഡിസ്റ്റർബ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഹീറോ അവിടേക്ക് വരികയാണ്. അമ്മ ഉടനെ മോന്റെ അടുത്ത് മോനെ ഞാൻ നിന്നെ വഴക്ക് പറയുന്നൊന്നും നീ കരുതരുത്, സത്യം പറയാ എന്താ സംഭവിച്ചെന്ന് നീ അമ്മയോട് പറയാന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിക്കാൻ തുടങ്ങി. ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ക്വിൻഷി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ ചോദിച്ചില്ലേ ഇവനെ വിട്ടു പോവാതിരിക്കാനായിട്ട് ഒരു കാരണം പറയാനായിട്ട്. ഞാൻ എന്റെ വർക്ക് ലൈഫ് കാരണം മാരേജിനെ പറ്റിയോ ലവിനെ പറ്റിയോ ഒന്നും ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. അമ്മയുടെ മോനും ഇതിനെപ്പറ്റി ഒന്നും ബോധേഡായിരുന്നില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ 2 മാരേജ് ചെയ്തുവിടാന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്കോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.